സ്വാദിഖലി തങ്ങളൊക്കെ പിന്നെ പഠിപ്പിക്കാം, തങ്ങന്മാരെയൊക്കെ പിന്നെ പഠിപ്പിക്കാം. ആദ്യം അവനാന്റെ ഉള്ളിൽ നന്നാക്കി. അതും നിങ്ങളല്ലേ സമസ്തന്റെ ഒട്ടുമാവ് പോലല്ല നിങ്ങൾ ഏറ്റവും വലിയ ശുചായികളായിരിക്കുക. ഇനി മർക്കസ് നോളജ് സിറ്റിയിൽ കാണിച്ചു കൊടുക്ക്. ഹക്കീം മുസ്ലിയാർ വഹാബികളുടെ കൂടെ ഇരിക്കുന്നത് തബ്ലീഗ് ജമാഅത്തിന്റെ കൂടെ കാണുന്നുണ്ടല്ലോ. തബ്ലീഗ് ജമാഅത്തുകാർക്ക് അനുമോദിക്കുന്നു, അവരെ കൂടെ ഇരുത്തുന്നു, നോളജ് സിറ്റിയിൽ കൊണ്ടുപോയി വെക്കുന്നു. 1-2 ചിത്രങ്ങൾ അതിന്റെ തന്നെ ഉണ്ട്. ഇനി കഴിഞ്ഞില്ല, സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിൽ സിറാജുൽ ഹുദയുടെ ഉള്ളിൽ വഹാബി വരുന്നു. ഹക്കീം അസ്ഹരിയുടെ അങ്ങോട്ട് പോയ ചിത്രങ്ങളും അതിലുണ്ട്. മർക്കസിൽ വന്നത് മാത്രമല്ല, തബ്ലീഗ് ജമാഅത്തുകാരന്റെ കട ഉദ്ഘാടനം ചെയ്ത് അവരോടൊപ്പം കുശലം പറഞ്ഞ് അവരുടെ കൂടെ ഇരിക്കുന്ന ഏതെല്ലാം സംഭവങ്ങളുണ്ട് നിങ്ങൾ നോക്ക്. വലിയ വലിയ താടി വെച്ച തബ്ലീഗിന്റെ നേതാക്കളോടൊന്നിച്ച് അവരെ കട ഉദ്ഘാടനം ചെയ്യാനും, കാരണം എന്താ, ക്യാഷ് എന്തെല്ലാം പോരും എന്നുള്ള ഇതിലാണ്. ഇനി കാന്തപുരം വക്കീൽ മുസ്ലിയാർ തന്നെ വലിയ തബ്ലീഗിന്റെ അടുത്തുനിന്ന് ക്യാഷ് വാങ്ങുന്നതിന്റെ ഫോട്ടോ എടുക്കാൻ കയ്യിലുണ്ട്. ഇതൊക്കെ മുഴുവൻ ചെയ്തിട്ട് ഈ മകൻ ഹക്കീമിനോട് വേണ്ട എന്ന് പറയാൻ നാവ് പൊന്താത്ത നിങ്ങൾ പാണക്കാട്ടേക്ക് തിരിഞ്ഞെന്തിനാ നിങ്ങൾ ലേഖനം എഴുതുന്നത്? ഇതിരട്ടത്താപ്പല്ലേ? കഴിഞ്ഞിട്ടില്ല, സിറാജുൽ ഹുദയിലും കാണിച്ചു കൊടുക്കും. സിറാജുൽ ഹുദയിൽ വഹാബി ക്ലാസ് എടുക്കുന്ന രംഗം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അന്ന് എറണാകുളത്ത് പോയി പ്രസംഗിച്ചില്ലേ? പൗരത്വ വിരുദ്ധ സമരം നടക്കുന്ന കാലത്ത് അതിലേത് വഹാബിയാ വരാതിരുന്നത്? ഏത് ജമാഅത്തെ ഇസ്ലാമിയാ ഇല്ലാതിരുന്നത്? അപ്പൊ തങ്ങന്മാർക്ക് ഒരു ശരവും നിങ്ങൾക്ക് എന്തു ആവാന്ന? നിങ്ങളെ ശരീഅത്തുമാണല്ലോ ഒന്ന് അളക്കുക. കുറെ കാലമായിട്ട് നിങ്ങൾ മുങ്കർ നക്കീറും മറ്റോലും മയ്യത്തോ ഇനി നടക്കൂല. ഇനി കുറച്ചു കാലം നിങ്ങൾ മയ്യത്താകും. ഇനി നാടന്മാര് തീരുമാനിക്കട്ടെ കാര്യങ്ങൾ. മൊയ്ലിയന്മാരെ ദീനിന്റെ കാലൊക്കെ കഴിഞ്ഞു പോയി, കാലത്തും കഴിയൂലേ? ഷർത്തുള്ള ആലിം എവിടെ? നിബന്ധനയുള്ള ആലിം എവിടെ? ആലിമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്താ? കാലഘട്ടത്തിൽ മശായിഖന്മാരെ പൊരുത്തം തേടി അലഞ്ഞ് ആ പൊരുത്തം നേടി ഇവിടെ ജീവിച്ച ശംസുൽ ഉലമയെ ഹയാത്താക്കേണ്ടിയിരുന്നു നിങ്ങൾ. ശംസുൽ ഉലമയുടെ മഹത്വം നിങ്ങൾ എന്താ ചെയ്തത്? കണ്ണിയത്ത് ഉസ്താദിന്റെയും മഹാനായ ശംസുൽ ഉലമയുടെയും മഹത്വങ്ങൾ മണ്ണിട്ട് മൂടി നിങ്ങളൊരു ഗ്രാൻഡ് പള്ളി ഉണ്ടാക്കി, ഒരു ഗ്രാൻഡ് മക്കാമം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വിലസാമെന്നാണോ വിചാരിച്ചത്? നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ആ 2 മഹത്തുക്കളെ, അതുപോലെ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെ, മശായിഖന്മാർ ഒട്ടിച്ചേർന്ന് ജീവിച്ച മഹത്തുക്കളുടെ മദ്ഹ് പറഞ്ഞ് അവരെ ഹയാത്താക്കുന്നതിന് പകരം സ്വയം വലിയ വലിയ ദർബാറുകൾ ഉണ്ടാക്കി വെച്ച് സ്വയം ഗ്രാൻഡ് ആവാനുള്ള, ഗ്രാൻഡ് മുഫ്തിയാകാനുള്ള നിങ്ങളുടെ ആ ഗൂഢശ്രമങ്ങൾ, അതാണ് നിങ്ങൾക്ക് തിരിച്ചടിയായത്. ചെയ്യേണ്ടത് ചെയ്തില്ല. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ വിളിച്ചു പറയാ പാണക്കാട് തങ്ങൾ എന്തിനാ അവിടെ, നിങ്ങളെന്തിനാ മർക്കസിന്റെ ഉള്ളിൽ വഹാബിനെ കൊണ്ടുവന്ന്? നിങ്ങളെ കാട്ടി മെച്ച എത്രയോ പാണക്കാട് തങ്ങന്മാരാണ് അല്ലെ ഞങ്ങൾ ഈ പറയുന്നത്. ഓലെ മുമ്പിൽ വന്ന് പാണക്കാട് തറവാടും ദയ്യൂബന്ധം ഒന്നാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ നിങ്ങൾക്കത് പറയാം. നിങ്ങൾ 89 എന്തിനു പോകുന്നതാ ചങ്ങായിമാരെ?